നമ്മൾ പുതുവർഷത്തിലേക്ക് 2024 കടന്നിരിക്കുന്നു. ഏതെങ്കിലും ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളവരാകും നമ്മളിൽ പലരും. അങ്ങനെയുള്ളവർക്ക് ആശ്വാസം പകരുന്ന ചില സുപ്രധാന തീരുമാനങ്ങൾ ഈ വർഷം ബാങ്കിംഗ് മേഖലയിൽ നിലവിൽ വരും. അത്തരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വിവരങ്ങളാണ് ഈ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത്. നമസ്കാരം, ഞാൻ അഭിലാഷ് ജി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്ക് വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ഇനി മുതൽ പിഴ പലിശ ഈടാക്കില്ല, പകരം ഈടാക്കുക പിഴ തുക മാത്രം. വായ്പ എടുത്തവർക്ക് ആശ്വാസമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏപ്രിൽ 1 മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴ തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ ഈടാക്കാനാകൂ. നിലവിൽ ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ സാവകാശം വേണമെന്ന ബാങ്കുകളുടെ ആവശ്യം പരിഗണിച്ചാണ് ഏപ്രിൽ 1 നീട്ടിയത്. ഏപ്രിൽ 1 മുതൽ എടുക്കുന്ന വായ്പകൾക്കാണ് പുതിയ നിബന്ധന ബാധകമാവുക. നിലവിലുള്ള വായ്പകൾക്ക് ഏപ്രിൽ 1 ജൂൺ 30 ഇടയിൽ ഈ നിബന്ധന ബാധകമാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് RBI നിർദ്ദേശം നൽകി. ക്രെഡിറ്റ് കാർഡുകൾക്ക് ബാധകമല്ല. തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പയുടെ പലിശ നിരക്കിന് മേലാണ് നിലവിൽ പിഴപ്പലിശ ചുമത്തുന്നത്. ഇത് തിരിച്ചടവ് ബാധ്യത വൻതോതിൽ ഉയർത്തും. വായ്പാ കാലാവധിയോ തിരിച്ചടവു തുകയോ വർദ്ധിപ്പിക്കണമെങ്കിൽ വായ്പക്കാരൻ്റെ അനുമതി വേണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്ന് വായ്പക്കാരന് തീരുമാനിക്കാം. വായ്പകളുടെ പലിശ കൂടുമ്പോൾ വായ്പയുടെ കാലാവധിയോ തിരിച്ചടവു തുകയോ വർദ്ധിപ്പിക്കണമെങ്കിൽ വായ്പയെടുത്ത വ്യക്തിയുടെ അനുമതി തേടണമെന്ന വ്യവസ്ഥ ധനകാര്യ സ്ഥാപനങ്ങൾ പാലിച്ചിരിക്കണം. പലിശ നിരക്ക് കൂടുമ്പോൾ EMI ആണോ കാലാവധിയാണോ വർദ്ധിപ്പിക്കേണ്ടതെന്ന് വായ്പ എടുത്തവർക്ക് തീരുമാനിക്കാം. പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വായ്പയെ സ്ഥിര പലിശയിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ സൗകര്യമുണ്ടാകും. മൊബൈൽ സിം എടുക്കാൻ ഇനി മുതൽ ഫോം പൂരിപ്പിക്കേണ്ട. മൊബൈൽ സിം എടുക്കുന്നതിനുള്ള പേപ്പർ അധിഷ്ഠിത തിരിച്ചറിയൽ പ്രക്രിയ ജനുവരി 1 മുതൽ ടെലികോം മന്ത്രാലയം അവസാനിപ്പിച്ചു. ഫോം പൂരിപ്പിക്കുക, ഫോട്ടോ പതിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഇനി ആവശ്യമില്ല. പകരം ഡിജിറ്റലായി വിവരങ്ങൾ തേടാം. ഉപയോഗിക്കാത്ത UPI IDകൾക്ക് പൂട്ടുവീഴും. 1 വർഷമായി പണമിടപാടുകൾ നടത്താത്ത UPI IDകളും നമ്പറുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് അധികകാലം പണം സ്വീകരിക്കാനാവില്ല. ഇത്തരം UPI IDകളും നമ്പറുകളും മരവിപ്പിക്കാനാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ്. ജനുവരി മുതൽ ഇക്കാരണത്താൽ പണം സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ അതാത് UPI ആപ്പിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ലഘുസമ്പാദ്യം. 2 നിക്ഷേപങ്ങൾക്ക് പലിശ കൂട്ടി കേന്ദ്ര സർക്കാർ. ലഘുസമ്പാദ്യ പദ്ധതികളിൽ 3 വർഷ ടേം ഡിപ്പോസിറ്റിൻ്റെയും സുകന്യ സമൃദ്ധി പദ്ധതിയുടെയും പലിശയിൽ നേരിയ വർധനവ് വരുത്തി കേന്ദ്ര സർക്കാർ. 3 വർഷ നിക്ഷേപത്തിന്റെ പലിശ 7% 7.1% സുകന്യ സമൃദ്ധിയുടേത് 8% 8.2% വർദ്ധിപ്പിച്ചു. പുതുക്കിയ പലിശ നിരക്കുകൾക്ക് ജനുവരി 1 മുതൽ മാർച്ച് 31 വരെയാണ് പ്രാബല്യം. മറ്റുള്ള ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശയിൽ മാറ്റമില്ല. പാക്കറ്റിൽ പരമാവധി വിൽപ്പന വില അഥവാ MRPക്കൊപ്പം യൂണിറ്റ് വിലയും ഇനി മുതൽ രേഖപ്പെടുത്തണം. 2.5 കിലോ ധാന്യപ്പൊടി പാക്കറ്റിൽ വാങ്ങിയാൽ ഇനി മുതൽ MRP വിലയ്ക്കൊപ്പം 1 കിലോയ്ക്ക് എത്രയാണ് വിലയെന്നും രേഖപ്പെടുത്തണം. എല്ലാത്തരം പാക്കേജ്ഡ് ഉൽപ്പന്നങ്ങൾക്കും യൂണിറ്റ് സെയിൽ പ്രൈസ് ബാധകമാക്കി. 1 കിലോയിൽ താഴെ തൂക്കമുള്ള വസ്തുവാണെങ്കിൽ 1 ഗ്രാമിന്റെ വില രേഖപ്പെടുത്തണം. എണ്ണ പോലെയുള്ള പാക്കേജ്ഡ് ഉൽപ്പന്നങ്ങളിൽ 1 ലിറ്ററിന്റെ വില രേഖപ്പെടുത്തണം. ആധാറുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലവിലുള്ള പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ആധാർ അധിഷ്ഠിത പേയ്മെന്റിൽ ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ആധാർ അധിഷ്ഠിത പണമിടപാട് സംവിധാനം നിർബന്ധമാക്കിയെങ്കിലും ആധാറുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന പഞ്ചായത്തുകൾക്ക് ഇളവ് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഉപയോക്താവിന്റെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന സംവിധാനമാണ് ABPS അഥവാ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം. നിലവിൽ ഒരു തൊഴിലാളി സ്ഥലം മാറിപ്പോകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് മാറ്റുകയും ആ വിവരം അധികൃതരെ അറിയിക്കാതിരിക്കുകയും ചെയ്താൽ വേതനം മുടങ്ങാം. എന്നാൽ ABPS സംവിധാനത്തിൽ വേതനം മുടങ്ങില്ല. പുതിയ ബാങ്ക് അക്കൗണ്ട് വിവരം അറിയിച്ചില്ലെങ്കിലും ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഇതിലേക്ക് തുകയെത്തും. 2ാം വിള നെല്ല് സംഭരണത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി. സംസ്ഥാനത്ത് 2ാം വിള നെല്ല് സംഭരണത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. www.supplycopaddy.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാം.
സ്വന്തം കൃഷിയിടമാണെങ്കിലും പാട്ടത്തിനെടുത്ത കൃഷിയിടമാണെങ്കിലും വ്യക്തിഗത തലത്തിൽ 5 ഏക്കർ നെൽപ്പാടം വരെ രജിസ്റ്റർ ചെയ്യാം. ഗ്രൂപ്പ് കൃഷിയാണെങ്കിൽ 25 ഏക്കർ വരെയാണ് പരിധി. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലെയും കേരള ബാങ്കിലെയും സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങളുടെ പുതുക്കിയ പലിശ നിരക്ക് ഇപ്രകാരമാണ്: 15 ദിവസം മുതൽ 45 ദിവസം വരെയും 46 ദിവസം മുതൽ 90 ദിവസം വരെയുമുള്ള നിക്ഷേപങ്ങൾക്കും പലിശ നിരക്കിൽ മാറ്റമില്ല. ഈ നിക്ഷേപങ്ങൾക്ക് യഥാക്രമം 6%, 6.5%മാണ് പലിശ നിരക്ക്. ഈ നിരക്കുകൾ അതുപോലെ തന്നെ തുടരും. 91 ദിവസം മുതൽ 179 ദിവസം വരെ 7.50% പുതുക്കിയ പലിശ നിരക്ക്. 180 ദിവസം മുതൽ 364 ദിവസം വരെ 7.75% പുതുക്കിയ പലിശ നിരക്ക്. 1 വർഷം മുതൽ 2 വർഷം വരെ 9% പലിശ നിരക്ക്. 2 വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്ക് 8.75% പലിശ ലഭിക്കും. പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കൊപ്പം കേരള ബാങ്കിലെ വ്യക്തിഗത നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും വർദ്ധിപ്പിച്ചു. 15 ദിവസം മുതൽ 45 ദിവസം വരെയും 46 ദിവസം മുതൽ 90 ദിവസം വരെയുമുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരും. ഇത് യഥാക്രമം 5.5%, 6%മാണ്. ഈ നിരക്കുകൾ അതേപടി തുടരും. 91 ദിവസം മുതൽ 179 ദിവസം വരെ 6.75%മാണ് പുതുക്കിയ പലിശ നിരക്ക്. 180 ദിവസം മുതൽ 364 ദിവസം വരെ 7.25%മാണ് പുതുക്കിയ പലിശ നിരക്ക്. 1 വർഷം മുതൽ 2 വർഷം വരെ 8% പലിശ നിരക്ക്. 2 വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്ക് 7.75% പലിശ ലഭിക്കും. സഹകരണ മേഖലയിലേക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു പുതിയ അക്കൗണ്ട് എന്ന നിക്ഷേപ സമാഹരണ ക്യാമ്പയിൻ 10-ന് തുടങ്ങി അടുത്ത മാസം 10 വരെ നടക്കും. വിമാനത്താവളങ്ങളിലെ സുഗമമായ പ്രവേശനത്തിനുള്ള ഡിജി യാത്രാ സംവിധാനം ഇനി മുതൽ ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലാതെയും ഉപയോഗിക്കാം. ആധാറും OTPയും മാത്രം നൽകിയാൽ മതി. വിമാനത്താവളങ്ങളിലെ സുഗമമായ പ്രവേശനത്തിനുള്ള ഡിജി യാത്രാ സേവനം ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലാതെയും ഇനി ഉപയോഗിക്കാം. ഇതുവരെ ഡിജി യാത്രാ സേവനത്തിന് ഡിജി ലോക്കർ അക്കൗണ്ട് തുടങ്ങുകയോ അല്ലെങ്കിൽ XML ഫോർമാറ്റിലുള്ള ഓഫ്ലൈൻ ആധാർ നൽകുകയോ ചെയ്യണമായിരുന്നു. എന്നാൽ ഇനി ആധാർ ഡയറക്റ്റ് എന്ന ഓപ്ഷനിലൂടെ ആധാർ നമ്പറും ഫോണിലെത്തുന്ന OTPയും മാത്രം നൽകിയാൽ മതി. രക്ഷകർത്താക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇതുവരെ എളുപ്പമായിരുന്നില്ല. കൊച്ചി, ഡൽഹി, ചെന്നൈ, മുംബൈ, ജയ്പൂർ, ലഖ്നൗ, അഹമ്മദാബാദ്, ഗുവാഹത്തി, മംഗളൂരു, ബംഗളൂരു, വാരണാസി, വിജയവാഡ, കൊൽക്കത്ത, ഹൈദരാബാദ്, പുനെ എന്നിവിടങ്ങളിൽ ഡിജി യാത്രാ സേവനം ലഭ്യമാണ്. ഇതിനായി ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡിജി യാത്രാ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഐഡന്റിറ്റി ക്രെഡൻഷ്യൽ തുറന്ന് പ്ലസ് ചിഹ്നത്തിൽ ടാപ്പ് ചെയ്ത് കണ്ടിന്യൂ വിത്ത് ഡയറക്റ്റ് ആധാർ തുറക്കുക. ആധാർ നമ്പറും തുടർന്ന് വരുന്ന OTPയും നൽകുക.